ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പൊ പൊതിച്ചോറിന് ആദ്യം നമുക്ക് വേണ്ടത് എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെക്കട്ടെ. ഇതാ ഇതിലിട്ടിട്ട് നമുക്ക് അപ്പൊ ആദ്യം ഒന്ന് അരിഞ്ഞു വെക്കാട്ടോ. അപ്പൊ ഞാൻ ഇതാണ് ഉപ്പേരി വെക്കുന്നത്. പിന്നെ പയറ് മെഴുക്ക് വരട്ടിണ്ട് കേട്ടോ. പൊതിച്ചോറാകുമ്പോ നമ്മള് കറിയൊന്നും ഇല്ലല്ലോ. അപ്പം നല്ല ചമ്മന്തിയോ മുട്ട പൊരിച്ചതോ അച്ചാറും മുളക് പൊരിച്ചതോ എല്ലാം ആക്കിയിട്ട് നമുക്കൊരു ഇത്. പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചാൽ പണി കുറയും കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ചേച്ചിക്ക് സുഖമില്ല. അന്ന് നിങ്ങൾക്ക് അറിയൂ, നിർമ്മലേച്ചിനെ അറിയില്ല, സഫാരിയിലല്ല എൻ്റെ കൂടെ വന്ന് വീഡിയോയിലെല്ലാം ഉണ്ട്. പാവം, അതിന് നല്ല പനിയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ റിയാദ് പോയിട്ട് കാണിച്ചിന് വസലാത്തല്. അപ്പൊ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് വായൻ്റെ ഇല കണ്ടപ്പോൾ വാങ്ങിട്ടോ. ചേച്ചി പോയി. ചേച്ചിക്ക് ലീവ് കിട്ടൂല. എന്താന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞനുണ്ട് അവിടെ, അതിനെ നോക്കലാണ്. അപ്പൊ അവിടെയും ജോലിക്ക് പോകുന്നു. ചേച്ചിന്റെ രാത്രിന്റെ പാവം കൊണ്ടാക്കി. നല്ല പനിയാണ്. അപ്പൊ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് കുറവുണ്ട് ചെറിയ. ഇപ്പത്തെ പനി ഞാൻ പറഞ്ഞില്ല, നമ്മള് 2 ആഴ്ച കിടുന്നതാ. ശരീരവേദന അതാ സഹിക്കാൻ വയ്യാത്ത. അപ്പൊ ഇതിലാവുമ്പോ നമുക്ക് ഉപ്പേരി എല്ലാം ഉണ്ടാക്കാൻ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചെടുക്കാൻ വേണ്ടിട്ട്. നല്ല പനി വന്ന പാവം, നല്ല പനി, മഴയെല്ലാം പോയി. നാളെ കൊണ്ട് വരാൻ പറഞ്ഞിനി, വരുമോന്ന് അറിയില്ല കേട്ടോ. ഇതിലാകുമ്പോ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഒരു കഷ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ലാസ്റ്റ് ഇതിപ്പോ നമ്മൾ അരിഞ്ഞത് ഇതിന്റെ കൂടെ തന്നെ പച്ചമുളക് എല്ലാം കഴുകി വെച്ചതാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കേട്ടോ. ഒരു 3 പച്ചമുളക് ഇട്ടിന്. അതേപോലെ തന്നെ നമുക്ക് ഉള്ളി വേണം കേട്ടോ. ഉള്ളി ഇതിൽ തന്നെ ആയിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. ഇത് പയറിനും ഇതിനും ഉള്ള ഉള്ളിയാണ്. ഇത് പയറിന് പച്ചമുളക് ഇട്ടു. ഇനി ഇതൊന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം, ഷോപ്പ് ചെയ്ത്. ഉപ്പമാവും കേട്ടോ. ഈ സാധനം ഭയങ്കര ഉപകാരമാണ്. നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ നല്ലതാണ്. ഉപ്പേരി, അതേപോലെ കേവേജ്, എല്ലാ സാധനമൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് കഴിഞ്ഞില്ല. പുള്ളിയും പച്ചമുളകും എല്ലാം ഇതിൽ തന്നെ ഇട്ട് നമുക്കിത് ഉപ്പേരി വെക്കാം. നമ്മൾ നല്ല ഇതിലേക്ക് ഇടട്ടെ. ഇനി നമുക്ക് വേണ്ടത്, ഇത് എപ്പോഴും എൻ്റെ കൈ മുറിയിട്ട് ഭയങ്കര മൂർച്ചയാണ്. ഇനി നമുക്ക് ഈ പയറില് എന്താ ചെയ്യണോ, ഈ പയറില് നമുക്ക് ഉള്ളിയും കൂടി അരിഞ്ഞ് വെക്കാം. പച്ചമുളക് കിട്ടീന്ന് കേട്ടോ. ഇതും കൂടി ഇതിൽ അരിഞ്ഞിട്ടാൽ നമ്മൾ ഉപ്പേരിക്കും മെഴുക്ക് വരട്ടിക്കും ഉള്ളതാവും. ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മെഴുക്ക് വരട്ടിക്കുമായി, നമ്മളെ ഉപ്പേരിയുമായി. ഇപ്പൊ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ 2 അടുപ്പിലും നമ്മള് ചട്ടി വെച്ചിട്ടോ. അപ്പൊ പെട്ടെന്നാകാനാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി കടുക് ഇട്ട് കൊടുക്ക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മള് കടുക് പൊട്ടി ഇതിലേക്ക് നമ്മൾ പയറായിട്ട് കൊടുക്കുന്നു കേട്ടോ. അതാ പച്ചമുളകും ഉള്ളിയും പയർ.
ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് കൊടുക്കാം. സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം, മറക്കരുത്. രണ്ടും വേയാവും. ഇത് പൊട്ടി വന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഉള്ളി, ബീറ്റ്റൂട്ട് അത് ഇട്ട് കൊടുക്കണം. ഈ രണ്ടിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. രണ്ടിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. രണ്ടും ഒരേപോലെ ആവും. ഇപ്പൊ നമ്മള് പയറ് വിടായിട്ടോ, അത് നമ്മൾ ഓഫാക്കി ഇതിലേക്ക് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, കൂടുതൽ വേണ്ട കേട്ടോ. കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ ആ ഉപ്പേരിന്റെ രുചിയെ പോകും. ഇത്ര മതി. അതും കൂടി വന്നാൽ കണ്ട എത്ര പെട്ടെന്നായേ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഒന്ന് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. നല്ല ടേസ്റ്റ് ആക്കത്. ഇപ്പൊ അതുമായി പയറ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ കഴുകിയതാണ് കേട്ടോ, ഞാൻ കഴുകി രാവിലെ വെച്ച്. പയറുണ്ടില്ല, നല്ല മെഴുക്ക് വരട്ടി, നല്ല രസമായി പയറ്. ഇത് നമുക്ക് ചേഞ്ച് ആക്കാം. നമുക്ക് ചട്ടി വേണം കേട്ടോ. എല്ലാം ഞാൻ ഇപ്പൊ ഒഴിവാക്കും വേറെ പാത്രത്തിലേക്ക്. ഇപ്പൊ ഇന്ന് പൊതിച്ചോറ് തിന്നാൻ കൊതിയാണ്. ഇതൊന്നും കൂടി ആവട്ടെ കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ചമ്മന്തിക്കുള്ളതാണ്. കാണുന്നുണ്ടോ? ചമ്മന്തിക്കുള്ളത് ഞാൻ പറയാ. പിന്നെ ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ കരിയേപ്പിന്റെ ഇല, പുതിന ചപ്പ്, പുളിയും വേണം, മുളകും പൊടി. മുളകും പൊടി എരിവിന് ആവശ്യത്തിലുള്ള കേട്ടാ. നമ്മള് കുഞ്ഞി അടുക്കളയാണ്. അപ്പൊ നമ്മൾക്ക് ഫുള്ള് ഇത് നിന്ന് നിങ്ങൾക്ക് കാണിക്കാനുള്ള സൗകര്യം ഇല്ല. എരിവിന് ആവശ്യമുള്ള മുളകും പൊടി, ഉപ്പും അത്രേ വേണ്ടു കേട്ടാ. ഇത് നമുക്ക് അരച്ചെടുത്താൽ ആ പരിപാടി കഴിയും. ഇപ്പൊ നമ്മള് ഉപ്പേരിയായി, അതും പൊരിച്ചപ്പോ ഇനി ഇതാ നമ്മളെ മീന് പൊരിക്കാനുള്ളത്. ഇന്നലെ രാത്രി മസാല ആക്കി വെച്ചത്. അപ്പൊ അത് പൊരിച്ചാ മതി. ഇത് ഞാൻ ഒഴിക്കാൻ പോവുക കേട്ടോ വേറെ പാത്രത്തിലേക്ക്. അപ്പൊ നമ്മള് ഉപ്പേരിയും മെഴുക്ക് വരട്ടിയും പൊരിച്ചോറിലേക്ക് ഉള്ളതാണ്. രണ്ടും ആയിട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാം. മീൻ പൊരിക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പൊ ചൂടായി വരട്ടെ. കരിയേപ്പിന്റെ ഇല ഇട്ട് കൊടുക്ക. ചൂടാക്കട്ടെ. കൂടുതൽ എണ്ണ ഒന്നും വേണ്ട. വെക്കാനൊരു സ്ഥലം ഈ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ അടുപ്പ് വെച്ചത് ഞാൻ നിൽക്കുന്ന ഈ ഒരു കുഞ്ഞ് സ്ഥലമേ ഉള്ളൂ. അതാണ് ഇങ്ങനെ ഇടണം. നല്ല ചൂടാക്കട്ടെ. ചിലവൊക്കെ എണ്ണ ആക്കി കൊടുക്ക. കണ്ട ഇപ്പൊ ദാ മീന്. ഈ മീനാണ് കേട്ടോ. എന്താ പറയാ, ആ വെള്ള ഇതിനെന്താ കോര, എന്താ പറയാ, കോരല്ല എന്തോന്ന് പറയല്ല, അറിയില്ല കേട്ടാ. നല്ല രസമാണ് പൊരിച്ചാലും മുളകിട്ടാലല്ലോ. അപ്പൊ ഞാൻ രാത്രിക്കും കൂടി വെച്ച് വെക്കുന്നുണ്ട്. 3 മതിയാ. ഒന്നും കൂടി ഇടാല. ഒന്നും കൂടി ഇട്ട്. ഇതാണ് നമ്മളെ മീന്. കണ്ട ഇന്നലെ രാത്രി മസാല ആക്കി വെച്ചതാ കേട്ടാ. അപ്പൊ ഇതും കൂടി പൊരിച്ച് ചമ്മന്തി അരച്ചാല് പിന്നെ മുട്ട പൊരിക്കണം. അകത്തേക്ക് ക്യാമറ കൊടുന്നു കേട്ടോ, മൊബൈല് കൊടുന്നു. ഇതൊക്കെ ചമ്മന്തി, നല്ല പുതിന ചപ്പ്, കരിയേപ്പിന്റെ ഇല, ചെറിയ ഉള്ളി, ഇഞ്ചി, മുളകും പൊടി ഇട്ടാ. ചുവന്ന മുളകല്ല, ഉപ്പ്, പുളി,
നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇന്ന് പൊതിച്ചോറ് സൂപ്പർ. ആരെങ്കിലും ഒരാൾ കൂടി പൊതിച്ചോറെല്ലാം തിന്നണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണട്ടെ. ഇത് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെക്കും. അപ്പൊ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടോ. നല്ല രസമുണ്ടാ, എന്താ നല്ല പൊതിന ചപ്പിട്ട ചമ്മന്തി. നല്ല രസം പൊതിന ഇട്ടാല് കേട്ടാ. ചമ്മന്തി ഇവിടെ റെഡി. ഓരോന്നും ഇവിടെ മാറ്റി വെക്കുകയാണ് കേട്ടാ. അപ്പൊ നോക്കിയാ നമ്മളെ മീൻ ഇവിടെ റെഡിയായി. അത് ഞാൻ ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്ന കേട്ടാ. അപ്പൊ നല്ല മുരിയുന്ന ഇഷ്ടല്ല നമ്മളെ മീൻ. ഇനി നമുക്ക് മുട്ട പൊരിക്കണം, പപ്പടം പൊരിക്കണം. മീന് സൂപ്പറല്ലേ. അപ്പൊ അത് ഇവിടെ റെഡിയായി. നമുക്ക് ഇതിൽ തന്നെ മുട്ട പൊരിക്കും. നമ്മളെ പൊതിച്ചോറിലേക്കുള്ള എല്ലാം ആയിട്ടോ. മുട്ട പൊരിച്ചത്, നാട്ടിൽ തുറന്ന കൈപ്പക്ക, മുളക് പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, ഇപ്പൊ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളെ പൊതിച്ചോറിലേക്കുള്ളതെല്ലാം ആയിന് കേട്ടോ. ചോറ്, ചമ്മന്തി, പപ്പടം, ഉപ്പേരി, മുട്ട പൊരിച്ചത്, പയറ് മെഴുക്ക് വരട്ടി, മുളകും കയ്പൊക്കെ പൊരിച്ചത്, മീൻ പൊരിച്ചത്, പിന്നെ നമ്മളെ രസം ഗ്ലാസ്സിലെടുത്തിന് കേട്ടോ. അപ്പം ഇനി ഞാനിത് പൊതിച്ചോറ് ആക്കട്ടെ. നമ്മളെ പൊതിച്ചോറിന് ഇല കീറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ 2 ഇല, 1 ഇലയും കൂടി മുറിച്ചതിൻ്റെ ചുവട്ട് വെച്ച്. അപ്പം നമുക്ക് പൊതിച്ചോറ് കെട്ടി വെക്കാം. കുറേ സമയം കെട്ടണം കേട്ടോ, എന്നാലേ നല്ലതാവും. ഇപ്പം ചോറിട്ട് കേട്ടോ. കുറച്ച് ചോറ് ഒന്ന് കരട്ടി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെക്കുന്നത് നമ്മളെ ചമ്മന്തി ഒന്ന് ഉരുട്ടി വെക്കാം കേട്ടോ. കുറച്ചും കൂടിയും വെക്കാം. ചമ്മന്തി ഇവിടെ നിൽക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ നല്ല ഉപ്പേരിയെല്ലാം കുറച്ച് കൂടുതൽ വെക്കാം കേട്ടോ. ചോറ് കുറവും കറി കൂടുതലും ആക്കാം. പിന്നെ നമ്മൾ പയറ് മെഴുക്ക് വരട്ടി, ഇനി ഇതിലേക്ക് വേണ്ടത് അച്ചാറ് വേണം കേട്ടോ. അച്ചാറില്ലാതെ രസം. അച്ചാറ് കുറച്ച് അച്ചാറ് മതി. 2 നാരങ്ങ ഇവിടെ ഇങ്ങനെ വെക്കുക. പിന്നെ വേണ്ടത് പപ്പടം വെക്കണ്ട കേട്ടോ. മീന് 2 വെക്കുന്നുണ്ട് കേട്ടോ. 2 മീൻ വെക്കുന്നുണ്ട്. കരിയപ്പടക്കം നമുക്ക് വെക്കാം. പിന്നെ നമ്മളെ വേണ്ടത് മുട്ട ഇവിടെ വെക്കാം. മീനിനോട് ടച്ച് ആക്കിയിട്ട് വെക്കണ്ട, മടക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എൻ്റെ എത്താത്തുണ്ടാക്കിയ കയ്പക്ക കൊണ്ടാട്ടോ. അത് ഈ സൈഡിൽ വെക്കാം. മുളകും കാന്താരി ഉണക്കിയതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊടുത്തിട്ട്. അതും വെച്ച് എല്ലാം വെച്ചല്ല. ഇനിയിപ്പോ രസമുണ്ട് കേട്ടോ. ഇതാ ഇപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മളിത് നന്നായിട്ട് പൊതിയുക. അപ്പൊ ആദ്യം ഒന്ന് ഇങ്ങനെ പൊതിയുക. നമ്മളെ ഇല ഇന്നലെ വാങ്ങിയോണ്ട് അത് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പൊ ആദ്യം ഒന്ന് ഇങ്ങനെ പൊതിയുക. അപ്പൊ പോകൂല. 2 ഇല ഉണ്ട് കേട്ടോ.
ഇങ്ങനെ ഒന്ന് കടായില കീറി വരുന്ന. പിന്നെ തന്നെ 3 റിയാൽ വാങ്ങി. ആ ചെറിയോനോട് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെക്കാം. ശരിക്കും പൊതിച്ചോറ് പൊതിയാൻ അറിയില്ല, അത് അറിയില്ല. നമ്മളെ പൊതിച്ചോറ് ശരിക്കും ഇല കീറുകൊണ്ട് നമുക്ക് പൊതിയാൻ ആവൂല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ, ഇവിടെ തന്നെ വെക്കാം. അപ്പൊ നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് കഴിക്കുമ്പോ കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ പൊതിച്ചോറ് കണ്ടല്ലോ. അപ്പൊ നമ്മള് രണ്ടാളുണ്ടെങ്കിൽ സുഖമാണ്. ചേച്ചിക്ക് പനി ആയതുകൊണ്ടാണ്. പക്ഷെ ചേച്ചിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച ഇറങ്ങാൻ പറ്റുള്ളൂ, വ്യാഴാഴ്ച ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ആരെങ്കിലും ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖത്തിൽ കഴിക്കാം. 2 ആൾ വേണം പൊതിച്ചോറെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വർത്താനം പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ പൊതിച്ചോറ് കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്. ഇതെല്ലാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കട്ടെ. ഇന്നിപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നിന്നതാണ്. നമ്മളെ രസം എന്നത്തേന്നറിയാലോ, മിഞ്ഞാന്നുണ്ടാക്കിയ രസമാണ്, സൂപ്പറാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തിന്നുമ്പോൾ വരാം കേട്ടോ. നമ്മളെ പൊതിച്ചോറ് എന്തായി നോക്കല്ലേ. പൊതിച്ചോറ് തുറന്നു നോക്കാം. 1.5-2 മണിക്കൂറായി കേട്ടോ. പൊതിച്ചോറ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതേപോലെ ചൂടോടെ ആക്കി വെക്കണം. അതാ തിരിഞ്ഞു പോയാ ഇല്ലല്ലേ, അങ്ങനെ തന്നെ. ഇല പൊട്ടിപ്പോയി. നോക്കിയാ നമ്മളെ പൊതിച്ചോറ് എന്താ നല്ല സ്മെല്ലാ ഇലൻ്റെ. മീനെല്ലാം ഞാൻ ചോറ് കഴിക്കട്ടെട്ടാ. ഒന്ന് രാവിലെ ഞാൻ നാസ്ത കുറച്ച് എനിക്കിന്ന് ഇന്നലെ വായൻ്റെ ഇട്ടിയപ്പോഴേ പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നാസ്ത കഴിച്ചിട്ട് തന്നെ. അപ്പം എല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് നമ്മളെ പപ്പടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് പയറും അച്ചാറും മുളകും മീൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ പൊതിനിട്ട ചമ്മന്തിയാണ് ഇതിൻ്റെ സൂപ്പറായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ തിന്നുന്ന ഞാൻ ഫുള്ളും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ.